നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 21 ദിവസത്തിനകം രാജയോഗം കടന്നു വരാൻ പോകുന്ന 9 നക്ഷത്ര ജാതകർ, അതായത് ധനികരാകാൻ പോകുന്ന 9 നക്ഷത്ര ജാതകർ. ഇവരുടെ തലമുറകൾക്ക് ജീവിക്കുവാൻ വലിയ രീതിയിലുള്ള സമ്പത്തോ അല്ലെങ്കിൽ കഠിനമായ അധ്വാന ഫലമോ ഒന്നും വേണ്ട. ഇവരുടെ ഈ ഐശ്വര്യങ്ങൾ മൂലം തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ അധികം അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രധാനമായിട്ടും ഇവർക്ക് ഭാഗ്യം കടന്നു വരുന്ന വഴികൾ ലോട്ടറി, ചിട്ടി, ഷെയർ മാർക്കറ്റ് അങ്ങനെ തുടങ്ങിയവയിലൂടെയാണ് ഇവർക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ നക്ഷത്ര ജാതകർ മേടക്കൂറുകാരായ അശ്വതി നക്ഷത്ര ജാതകരാകുന്നു. വരുന്ന 21 ദിവസത്തിനകം ഒരു വലിയ ശുഭവാർത്ത കേൾക്കാം. വിദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് വേഗം നടന്നു കിട്ടും. പെട്ടെന്നുള്ള ഒരു ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ കാർത്തികയാകുന്നു. സൂര്യൻ്റെ നക്ഷത്രമായ ഇവർ ഇനി രാജാവിനെ പോലെ ജീവിക്കും. സർക്കാർ കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കും. ബാങ്ക് ലോണിന് അപേക്ഷിച്ചുണ്ടെങ്കിൽ അത് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന മിക്ക കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ രോഹിണിയാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ്. ഇവർക്ക് വളരെയധികം മനസ്സമാനം തിരികെ ലഭിക്കും. അതുപോലെ കുടുംബ കലഹങ്ങളൊക്കെ മാറി ഐശ്വര്യം കടന്നു വരും. ബിസിനസ്സിലും വലിയ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നത് വളരെയധികം നഷ്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. നാലാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പുണർദമാണ്. ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. ഇവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം പലിശ സഹിതം തിരികെ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യമാണ്. പുതിയ ജോലിയാകാം, അല്ലെങ്കിൽ ബിസിനസ് ആകാം, എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എവിടെ നഷ്ടപ്പെട്ടോ അവിടെ നിന്നൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ ആയില്യമാണ്. ബുധൻ്റെ നക്ഷത്രമായ ഇവർ സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് വളരെയധികം പണം സമ്പാദിക്കും. വരുന്ന 21 ദിവസത്തിനകം ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഇവർക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ മക്കളുടെ കാര്യങ്ങളിൽ വളരെയധികം ആകുലത നിറഞ്ഞവരാണ്. അതുപോലെ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ വളരെയധികം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഏഴാമത്തെ നക്ഷത്ര ജാതകർ ചോതിയാണ്. വളരെയധികം ആഡംബര ജീവിതം നയിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ആ ഒരു യോഗം നിങ്ങളുടെ ഈ സമയവുമായി വളരെയധികം അടുത്തിരിക്കുകയാണ്. ലോട്ടറി ഭാഗ്യം, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. എട്ടാമത്തെ നക്ഷത്ര ജാതകർ തിരുവോണമാണ്. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ഇവർക്ക് ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കോടികൾ സമ്പാദിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെടും എന്നുകൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒൻപതാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ നക്ഷത്രം രേവതിയാണ്. വലിയ കഷ്ടപ്പാടിലൂടെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം കടന്നുപോയത്. എന്നാൽ ആ കഷ്ടപ്പാടുകളും നിരാശകളും എല്ലാം മാറി ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു വരുന്ന 21 ദിവസത്തിനകം രക്ഷപ്പെടുവാനായിട്ട് പോകുന്ന 9 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.